അപ്പോൾ KCS ആക്ടിൻ്റെ പുതിയ അമെൻമെൻറ്റിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പുതിയ സെക്ഷനാണ് സെക്ഷൻ 57E, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് റൂൾ 2 ഓഫ് AB-യിലാണ്. ഈ ഫണ്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫോർ പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ വീക്കർ ഓർ ഡോർമെൻറ്റ് സൊസൈറ്റീസിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്കീമിലോട്ട് പ്രധാനമായിട്ടും കോൺട്രിബ്യൂഷൻസ് വരുന്നത് 3 തരത്തിലാണ്. അതായത് ഫസ്റ്റ് വൺ, നോട്ട് മോർ ദാൻ 15% ഓഫ് ദ റിസർവ് ഫണ്ട് ആസ് പെർ സെക്ഷൻ 56 ഓഫ് 1A. സെക്ഷൻ 56 1A പ്രകാരമുള്ള റിസർവ് ഫണ്ടിൻ്റെ 50% കൂടാത്ത തുകയോ. രണ്ടാമത്തേത്, നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% കൂടാത്ത തുകയോ. പിന്നെ തേർഡ് വൺ, ദ ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. ഗവൺമെൻറ് ഗ്രാൻറ്റ് ചെയ്യുന്ന ഫണ്ടുമാണ് ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിലോട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നത്. കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നത് സ്ട്രോങ്ങർ ആയിട്ടുള്ള സൊസൈറ്റീസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.